ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. 7:32 ആയിട്ടുണ്ട് സമയം. ഇന്ന് നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വണ്ടി കുറച്ച് മഴവെള്ളം തട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആ ബാറ്ററിൻ്റെ അവിടെ ചെക്ക് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. വെള്ളം അവിടെ ഉണ്ടോ എന്ന് നോക്കി നോക്കട്ടെ. കാരണം നാളെ ഞാൻ നാട്ടിൽ പോകും. അപ്പോൾ വീണ്ടും അങ്ങനത്തെ ഒരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ബാറ്ററിമെന്നാണോ വെള്ളം വരുന്നത് എനിക്കറിയില്ല. അപ്പോൾ മഴ പെയ്തുകൊണ്ടല്ലോ, അപ്പോൾ മഴ പെയ്ത വെള്ളം ഇന്ന് ഉണ്ടോ എന്ന് നോക്കി നോക്കട്ടെ ആദ്യം. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഇനി നമുക്ക് ബാറ്ററി ചെക്ക് ചെയ്യണം. അതിന് മുമ്പ് ഊബർ ഒന്ന് ഓണാക്കി ഇടട്ടെ. ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഒരു ട്രിപ്പ് വേഗം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഊബറും റാപ്പിഡോയും ഓണാക്കാം. ഓക്കെ, ഇനി നമ്മള് ഡിക്കി തുറന്നിട്ട് നോക്കി നോക്കട്ടെ, സാധനം നോക്കി നോക്കട്ടെ. ബാറ്ററിമേ വെള്ളം കാണിക്കുന്നുണ്ട്, കണ്ടോ? കറക്റ്റ് എന്തോ ഒലിച്ചു വന്ന വെള്ളം പോലെ കാണിക്കുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു മഴ വെള്ളം തന്നെ തോന്നുന്നു. അപ്പോ ഇത് ഹോളിൽ കൂടി എതിരേലും വരുന്നതായിരിക്കും, എങ്ങനെ എനിക്കറിയില്ല. കറക്റ്റ് മഴവെള്ളം തന്നെയാണ് സംഭവം. അപ്പോ അതങ്ങനെ ഇറങ്ങിയിട്ടാവും, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. അറിയുന്നവരെന്തുണ്ടെങ്കിൽ പറയൂട്ടോ. കാരണം നാളെ നാട്ടിൽ പോകാൻ നിൽക്കാണ്. അപ്പോൾ വീണ്ടും എന്നോട് ഇവിടുത്തെ റൂം ഓണർ പറഞ്ഞ് ചാവി ജസ്റ്റ് തന്നാൽ മതിയാവുകയാണെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ പെട്രോൾ വണ്ടിക്ക് അങ്ങനത്തെ ഒരു ആവശ്യം ഉണ്ടാവില്ല. ഇപ്പം എൻ്റെ വീട്ടിൽ യൂസ് ചെയ്തതാണ്. അത് തന്നെ ഇപ്പോൾ 4-5 ദിവസം കഴിഞ്ഞിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനിപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നാളെ നാട്ടിൽ പോകണം. അപ്പോൾ ഞാൻ അവിടെ ക്ലോത്ത് വെച്ച് പോയാൽ ഉപകാരപ്പെടുമോ എന്ന് അറിയാനും. പക്ഷേ എങ്കിൽ വീണ്ടും വന്നിട്ട് ജമ്പർ ചെയ്യേണ്ടി വരും പിറ്റത്തെ ദിവസവും. പിന്നെ നമ്മൾ വന്നിട്ട് നാട്ടിൽ നിന്ന് വന്നിട്ട് പിന്നെ ഒരു ദിവസം നമ്മളത് അങ്ങനെ പോകും, കുറച്ച് കൂടി. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയട്ടാ. റാപ്പിഡോയിൽ ഇപ്പോൾ ഒരു ട്രിപ്പ് അടിച്ച് പോയി 250 രൂപയുടെ, അത് കിട്ടിയില്ല. പിന്നെ ഇന്നലെ കണ്ടത് നമ്മൾ 59 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റത്തെ ട്രിപ്പ് കണ്ടില്ലേ, 1 മണിക്കൂർ 20 മിനിറ്റ് കൊടുത്തു. ഞാൻ കരുതിന് ഇന്ന് 5 ഘട്ടം ഉണ്ടാവില്ല, എഴുതിന് കൊണ്ടുവരുമ്പോൾ 5 ഘട്ടം ഉണ്ടായിരുന്നു. ഒരു ഹാഫ് കട്ടയാണെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ മേലാണെന്നുണ്ടെങ്കിൽ ഒരു കട്ട കുറയും. ഒരു കട്ട രാത്രിയോട് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ബി നമുക്ക് 0 ആക്കണം. ബി ഇപ്പോൾ 2 ദിവസമായിട്ട് 0 ആക്കിയിട്ടില്ല. അപ്പോൾ ഇനി ഏതായാലും തുടങ്ങട്ടെ. ആദ്യം ഈ സ്റ്റാൻഡിനെ പിടിച്ചിട്ട് ഇങ്ങോട്ടാക്കണം. നമ്മൾ പഴയ സ്റ്റാൻഡ് ഇന്നലെ ഉച്ച സമയത്ത് പൊട്ടി. അപ്പോൾ അതിന് റാപ്പിഡോ ട്രിപ്പ് വീണ്ടും അടിച്ചു കൊണ്ടോ, അത് കിട്ടിയില്ല. 270 രൂപയുടെ ട്രിപ്പാണത്. എന്താണ് മറ്റേ ആൾ ഒഴിവാക്കിയെന്ന് അറിയില്ല. 1 കിലോമീറ്ററോളം പിക്കപ്പ്. അപ്പോൾ ആദ്യം സ്റ്റാൻഡിനെ അവിടെ ഒന്ന് വെക്കട്ടെ, വെച്ച് പിടിപ്പിട്ട്. കാരണം നമ്മളെ ശ്രദ്ധ ഇങ്ങോട്ടാ പോണത്, ഇവിടെയാണ് മാപ്പ്. അപ്പോൾ വഴി തെറ്റുണ്ട് എനിക്ക്. നമ്മൾ ബോംബെ കഫേക്കാട്ടോ പോണത്. ഇപ്പൊ ഞാൻ മുണ്ടമ്പാലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു, പിന്നെ അവിടെ ഒരു മൂഡ് ഇട്ടിട്ടില്ല. അപ്പൊ ഇന്ന് ബോംബെ കാഫേ പിടിക്കാന്ന് വിചാരിച്ചു. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ റോട്ടിലേക്ക് ഇറങ്ങണം, അവിടുന്ന് ഇങ്ങനെ കുറെ ചിന്തിച്ച് നിൽക്കുമായിരുന്നു. അപ്പൊ ഒരു സ്കൂൾ വണ്ടി ഒന്ന് ഹോൺ അടിച്ച്. അപ്പൊ പെട്ടെന്ന് മുണ്ടമ്പാലം പോയതാ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് തന്നെ ഒടിച്ചു പോകുന്നത്. മുണ്ടമ്പാലത്തിന് ഇങ്ങനെ ട്രിപ്പ് കിട്ടാവുന്ന ചാൻസ്. എന്നാലും ബോംബെ കഫേ പോയിട്ട് കുറെ ദിവസമായി. രാവിലെ പോയിട്ട്, അപ്പൊ അവിടെ പോയിട്ട് തുടങ്ങാം. എന്നാ അവിടെ ആയിക്കോട്ടെ. ഇന്നലെ മുണ്ടമ്പാലം പോയില്ല. മുണ്ടമ്പാലത്ത് നല്ല കടികളൊന്നും ഇല്ല. അപ്പൊ ഇവിടുന്ന് ഒരു ചായയും ചെറിയ കടിയും കഴിക്കാം. നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നമ്മൾ ഏകദേശം ബോംബെ കഫേന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഒരു ജോർജ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. കുമ്പളത്തേക്കാണ്. 307 രൂപ. 3.5 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട് കേട്ടോ. രാവിലെ ആയതുകൊണ്ട് പെട്ടെന്ന് പോയി പോരാ. 300 കിട്ടിയാല് പെട്ടെന്ന് ഒരു 300 ആവുമല്ലോ. ഇതെന്തായാലും നമ്മൾ ഈ ട്രിപ്പ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എവിടെയൊക്കെ ആയിട്ട് ബ്ലോക്ക് കിട്ടും. കാരണം 7:48 സമയം. അപ്പോ ഏകദേശം ബ്ലോക്ക് കിട്ടും, നമുക്ക് കുറച്ചേരം കിട്ടും. കാരണം ജംഗ്ഷൻ വഴിയൊക്കെ പോണല്ലോ. പിന്നെ എന്താ ഇത് ഇങ്ങനെ ഒരു 3-4 കിലോമീറ്ററിലൊക്കെ ഡിസ്റ്റൻസിൽ കിട്ടണേന്നാവോ ട്രിപ്പ്. ഇവിടെ വേറെയും കുറെ വണ്ടികളുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അക്സെപ്റ്റ് റേറ്റും മറ്റേ നമ്മളെ റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് ട്രിപ്പ് തരുന്നതെന്ന് അറിയില്ല. നമ്മൾ അക്സെപ്റ്റ് റേറ്റ് 100 100 ഇന്നലെ 99 ആയിട്ടുണ്ടായിരുന്നു. ഒരു ട്രിപ്പ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഈ കോളിലാകുമ്പോഴേ, ഫോൺ വിളിക്കണ സമയത്ത് എന്റെ ഫോണിൽ ട്രിപ്പ് വരുമ്പോൾ സൗണ്ട് കേൾക്കൂല. ജസ്റ്റ് സ്ക്രീനിൽ മാത്രം ഇങ്ങനെ കാണിക്കുന്നല്ലാണ്ട്. അപ്പൊ വെറുതെ സ്ക്രീനിൽ നോക്കിയപ്പോ തന്നെ സാധനം പോയി. പിന്നെ സ്റ്റാൻഡ് ഇങ്ങോട്ട് മാറ്റും ചെയ്തേനെ. അപ്പൊ അതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതായാലും 99 ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഏതായാലും ജോർജിനെ പോയി വെക്കട്ടെ. അങ്ങനെ നമ്മളെ ഫസ്റ്റത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളെ കുമ്പളത്തേക്കായിരുന്നു. അവിടെ ഒരു റമദാൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്, വലിയൊരു ഹോട്ടലാ. അപ്പോ ടോളൊക്കെ കഴിഞ്ഞ് പോകണം. അപ്പൊ അതിന്റെ 50 രൂപയും കൂടി വാങ്ങിയിട്ടുണ്ട്. 100 റീചാർജ് ചെയ്തു, 50 ബാക്കിയുണ്ട്. അപ്പൊ 50 പോയിട്ടുള്ളത്. 290 കിട്ടിയത്. പക്ഷെ നമ്മള് പെട്ടെന്ന് എത്തിയിട്ടുണ്ട്. 37 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ ഇന്നലെ കേട്ടോ 307 രൂപയുടെ 1 മണിക്കൂറും 19 മിനിറ്റും. ഇനി അല്ലാത്തത് തന്നെ 282-ന് 54 മിനിറ്റ് എടുക്കുന്നുണ്ട്. 16 കിലോമീറ്റർ. ഇത് 18 കിലോമീറ്റർ ഉണ്ട്. 37 മിനിറ്റ് കൊണ്ട് എത്തി. 47 ഉറുപ്പ് കിട്ടും. ഊബറിന്ന് റീഫണ്ട് ഉണ്ടല്ലോ.
റീഫണ്ട് ഉണ്ടെങ്കിലാണ് ഇവിടെ കാണിക്കുക. പക്ഷെ നമുക്ക് അറിയില്ല കേട്ടോ. കാരണം ഊബറുകാർ ഇടക്ക് പറയും ടോൾ വാങ്ങണം എന്ന് പറയും. ഇപ്പൊ ഇത് ഇൻക്ലൂഡിങ് ആയ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. അത് റീഫണ്ട് ആണ് 47. 50 പോയിട്ടുള്ളത്, 47 റീഫണ്ട് ആവുന്നുണ്ട്. ഞാൻ ആളോട് വാങ്ങും ചെയ്തു 50 രൂപ. അപ്പോ ഇത് ഊബറുകാരൊരു പ്രശ്നമാണ്. ഊബറുകാർ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കും ടോൾ നിങ്ങൾ വാങ്ങണം, ഇൻക്ലൂഡിങ് ആവൂല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതാ ടോൾ ഇൻക്ലൂഡിങ് ആയിട്ട് അത് നമ്മളറിയില്ല. അപ്പൊ ഏതായാലും പോയി ഈ റോഡിന്റെ ലാസ്റ്റ് ഒരു ചായക്കട ഉണ്ട്, അവിടുന്ന് ഒരു ചായ കുടിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ ചായക്കട, ചെറിയ രണ്ട് ഏട്ടന്മാര് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ലോറികളൊക്കെ നിൽക്കുന്നത്. ഈ ചെറിയ കടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോ വേറെ രസമാണ്. ഒറ്റ തട്ടാ ടൈമുള്ളത്, ടേബിളേ കഴിക്കാൻ. ഈ ലോറികളൊക്കെ നിർത്തുന്ന സ്ഥലമായോടെ ലോറി ഡ്രൈവർമാരൊക്കെ കഴിക്കുന്ന സ്ഥലമാണ്. നമ്മളെ ക്യാമറ ഉണ്ടല്ലേ തിരിഞ്ഞെടുക്കണം. നമ്മളെ കസ്റ്റമർ നാളെ പൊട്ടിച്ചതാണ് ആ ക്യാമറ. ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ബാക്കില് വണ്ടി. നമ്മളെ 2 വട്ടം വണ്ടി തട്ടിയിട്ടുണ്ട്, ഒരു ബൈക്ക് ഒരു KSRTC തട്ടിയിട്ടുണ്ട്. രണ്ടിനും നമുക്ക് വീഡിയോ കിട്ടൂല, കാരണം ഇങ്ങനെയാണ് ക്യാമറ. ഞാൻ അന്ന് ആളിൽ 200 രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു ക്യാമറ പൊട്ടിച്ചതിന്. പക്ഷെങ്കിൽ അത് പോരാ, നമുക്ക് വലിയൊരു നഷ്ടമായി. അത് എങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ. ചായ അടിച്ചോട്ടെ. അങ്ങനെ നമ്മളെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ മുട്ടക്കറിയും കഴിച്ചു. 65 രൂപ. ഒരു ട്രിപ്പ് ഓടിയിട്ടുള്ളൂ. 9 മണിയായി, 9 റാപ്പിഡോ പാടെ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എന്താ ആ കാണുന്നത് ടോളാണ്. ഇത് കാണൂല, ക്ലിയർ ഇല്ല. അപ്പോ കാണുന്ന ദൂരത്തിലാണ് ടോൾ ഉള്ളത്. ഇവിടെ നിന്ന് ചിലപ്പോൾ ട്രിപ്പ് അടിയൂല. ടോൾ എന്തായാലും പൈസ കൊടുത്ത് പോകേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പുറത്ത് വേറെ റോഡ് ഉണ്ട്. പിന്നെന്താന്നോ ഇങ്ങോട്ട് 50 രൂപയേ ആയിട്ടുള്ളൂ. ഇനി പൈക്കൂടി വളഞ്ഞു തിരിഞ്ഞ് കുറച്ച് പോവാണ്ട്. അതിലാറല്ലത് 25 ഉറുപ്പ്യം പാടെ കൊടുത്തിട്ട് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഓ 7 കിലോമീറ്റർ പിക്കപ്പും ഉണ്ട്, 7 കിലോമീറ്റർ ഡ്രോപ്പും ഉണ്ട്. കാർത്തിക പനമ്പള്ളിക്കാണ്. 7 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്. റോയൽ രജീവം. അതെ മരടുന്നാണ് പിക്കപ്പ് ഉള്ളത്. ഞാൻ കരുതി ബാക്കിൽ നിന്നായിരിക്കും. അങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് ടോള് കിട്ടും. ഇതിപ്പോ പിക്ക് ചെയ്യാൻ തന്നെ അങ്ങോട്ട് പോകണം. 7.3 കിലോമീറ്റർ പോവാണ്ട്, 16 മിനിറ്റ്. അത് ഞാൻ നോക്കി നോക്കട്ടെ, ചിലപ്പോഴേ പോവുള്ളൂ. 7 കിലോമീറ്റർ പിക്കപ്പും 7 കിലോമീറ്റർ ഡ്രോപ്പ്, 250 രൂപ. അപ്പൊ നമ്മളെ 300ക്ക് 400, 500 സംതിങ് ആവൂലേ. നോക്കി നോക്കാം, വല്ല ഇങ്ങനെ പോയി നോക്കാം. ക്യാൻസൽ ആവണില്ല എന്നുണ്ടെങ്കിൽ എടുക്കാം. ഇതിപ്പോ എന്താ മരടിലൊക്കെ കുറെ വണ്ടികൾ ഉണ്ടാവുമല്ലോ. എന്താ ഇപ്പൊ ഇങ്ങോട്ട് 7.3 കിലോമീറ്റർ ഒക്കെ പിക്കപ്പിൽ അടിച്ചു കഴിഞ്ഞാല് അവിടെയുള്ള വണ്ടികൾക്കല്ലേ മുൻഗണന ഉണ്ടാവുക. അപ്പൊ എന്താ ഇപ്പൊ ഇങ്ങോട്ട് വലിച്ചടിച്ചതെന്ന് അറിയില്ല. ഇനിയിപ്പോ ഏതായാലും ടോൾ എത്ര പോവാൻ നോക്കി നോക്കട്ടെ റിട്ടേണില്. ഏതായാലും ഇനി വളഞ്ഞു തിരിഞ്ഞു പോകാനൊന്നും സമയമില്ല. നമുക്ക് കറക്റ്റ് ടോളിന് പോകാം. കറക്റ്റ് 50 ഉറുപ്പ്യ ഉണ്ട് കേട്ടോ ടോളിന്റെ വാലറ്റില്. അപ്പോ കസ്റ്റമർ വിളിക്കുന്നുണ്ട്. അതെ, ചിലപ്പോ ആ കസ്റ്റമർ ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്നോട് വിളിച്ചിട്ട് ഒരു പെണ്ണാണ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ചേട്ടാ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, 2 മിനിറ്റിൽ വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എന്താന്നോ വേറെ ഏതോ ഒരു ടാക്സിക്കാരന് കിട്ടിയ ട്രിപ്പാണിത്. എനിക്ക് തോന്നുന്നത് നല്ല ബ്ലോക്ക് ഉണ്ടോണ്ട് സർജ് കണ്ടിട്ടുണ്ടായിരുന്നു നേരത്തെ ഊബറിൽ. അതുകൊണ്ട് ചിലപ്പോ പോവാത്തതായിരിക്കും ആള്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് ദൂരത്തേക്ക് പിക്കപ്പിൽ അടിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ആളോട് പറഞ്ഞു അത് വേറെ ക്യാബാണ്, ഇത് വേറെ ടാക്സിയാണ്. 2 മിനിറ്റിൽ എത്താന്ന് പറഞ്ഞത് വേറെ ആളാണ്, ഞാന് വേറെ ക്യാബാണ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ ക്യാൻസൽ ചെയ്യും. അവർക്ക് ആകെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. ഇത് എന്താ ഇപ്പൊ ഇങ്ങനെ വേറെ ക്യാബ് വരുന്നതെന്ന് കരുതിയിട്ടുണ്ടാവും. കാരണം 2 മിനിറ്റ് ഒരാൾ പറയാ, പിന്നെ വേറൊരാൾ ഇങ്ങനെ പറയാ. ചിലപ്പോ ക്യാൻസൽ ചെയ്യും, നോക്കട്ടെ. നമ്മള് അരൂര് ടോള് ക്ലോസ് ചെയ്തപ്പോ ആള് ക്യാൻസൽ ചെയ്തു. ഒന്നുകൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു ആള്. അപ്പൊ എവിടെ ചോദിച്ചു, ഞാൻ അരൂര് ടോൾ ഇപ്പൊ കഴിഞ്ഞു പറഞ്ഞു. ആരും ചോദിച്ചു. ഇപ്പൊ 15 മിനിറ്റ് ആവുന്ന പറഞ്ഞപ്പോ കലിപ്പായി പോയിക്കാൻ തോന്നുന്നുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞാല് കോള് കട്ട് ചെയ്തു. അപ്പൊ ഇതിന്റെ ട്രിപ്പും ക്യാൻസൽ ആയി. സംഭവം എന്താന്നോ, നേരത്തെ ഒരാൾ 2 മിനിറ്റ് അറിയാം, ഇപ്പൊ 15 മിനിറ്റ് അറിയാം. അത് ഈറടിച്ചിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് അറിയില്ലല്ലോ ഇത് ഒരാൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാല്. ഇപ്പൊ അവര് ക്യാൻസൽ ചെയ്തോണ്ട് ഓക്കെ കംപ്ലീറ്റ് പോയി. ഞാനാണ് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വേറെ ഡ്രൈവറിന് ഓട്ടോമാറ്റിക്കലി പോവുക. അതാണ് സംഭവിച്ചേക്കണ നേരത്തെ. അപ്പൊ അത് അവർക്ക് അറിയില്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും 7 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ടായിരുന്നു, അത് വേണ്ട, നഷ്ടമായിരിക്കും. ഇപ്പൊ ഏതായാലും നമ്മൾ ടോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചാണ്ട് പോയിട്ട് ആ മരട് ഭാഗത്ത് പോയി നിൽക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് പോയോക്കാം. അടുത്തൊരു ട്രിപ്പും കൂടി അടിച്ചിട്ടുണ്ട്. ഇത് മാച്ച് ട്രിപ്പ് ആട്ടോ വന്നിക്കണേ. ഇതുപോലെ ആരോ ക്യാൻസൽ ചെയ്താൽ തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അത്രത്തോളം ബ്ലോക്ക് ഉണ്ടാവുമായിരിക്കും. എന്താ എനിക്ക് അവസ്ഥ അറിയില്ല. ഇയാളും ട്രിപ്പ് ഞാൻ അക്സെപ്റ്റ് ചെയ്ത ഉടനെ വിളിച്ചു, ഊബർ വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു 9 മിനിറ്റ് ആവും ഇപ്പൊ വരാണ്. ഓക്കെ എന്ന് പറഞ്ഞു. ആള് മറ്റേ ഫോറം മാളിലെ ഫോറം മാളുടെ എൻട്രിയിലുണ്ടെന്നാ പറഞ്ഞത്. ഇത് വാഴക്കാലക്കാണ്, 200 രൂപയുടെ ട്രിപ്പ്. ഏതായാലും പോയി എടുത്തു നോക്കട്ടെ. 5 കിലോമീറ്റർ ഉണ്ട്. നമ്മളെന്തായാലും മരടിലേക്ക് പോകേണ്ടി വരും. ഇവിടെ എവിടെ നിന്നിട്ട് ട്രിപ്പ് അടിക്കണില്ല. അപ്പൊ ഏതായാലും ഇത് കുഴപ്പമില്ല. നേരെ പോയിട്ട് ആളെ പിക്ക് ചെയ്തിട്ട് വാഴക്കാല പോവാം. നമ്മളെ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ, അത് വാഴക്കാലേക്കായിരുന്നു. പിന്നെ ഇയാളാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ടും ആൾ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇപ്പൊ നമ്മള് റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ ഇത് കഴിഞ്ഞപ്പോ നമ്മളോട് സെൽഫി ചോദിക്കുന്നുണ്ട് ഊബറായാല്. എന്തിനാന്ന് എനിക്ക് അറിയില്ല. സെൽഫി എടുക്കട്ടെ. ഓക്കെ, സെൽഫി റെഡി ആയിട്ടുണ്ട്. റാപ്പിഡോ പാടെ ഓൺ ആക്കിയിട്ടുണ്ട്. അത് അടിക്കുമെന്ന് അറിയില്ല. ഊബറിൽ 246 രൂപക്കാണ് ഓടിയത്. പിന്നെ കഴിഞ്ഞതിലേ ഇവരെ കുറച്ച് പണിക്കാരായിരുന്നു വാഴക്കാലൊക്കെ ഉണ്ടായിരുന്നത്. ഇത് മുതലാളിയാണ്. അപ്പോ 267 അപ്പോ 290 വാങ്ങിയിട്ടുണ്ട്. ഞാൻ വൈറ്റില പാലത്തിന്റെ അടിയിൽ കൂടി പോകാൻ പറഞ്ഞ ആള്. അതെന്താ വെച്ചാല് അതിലൊരാളെ ഫോണ് ഏതൊരു ഊബറിൽ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഊബറാരം വൈറ്റില പാലത്തിന്റെ അടിയിലുണ്ട്. അപ്പൊ അടിയിൽ നല്ല ബ്ലോക്കാണ്. അപ്പൊ അതിൽ കൂടി പോയപ്പോ ഒരു 20 രൂപ കൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 290 ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ 600 റുപ്യ ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ എവിടെയൊക്കെ വെയിറ്റ് ചെയ്യാം. ഞാനേ അവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അതിൽ കൂടി ഇങ്ങനെ ചുറ്റി വന്ന് മെയിൻ റോഡ് കയറിയിട്ട് വീണ്ടും ഈ റോട്ടിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ വേറെ എവിടെയൊക്കെ ആണെങ്കിലും വെയിറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ ആണെങ്കിൽ ഒന്നുകൂടി ചിലപ്പോ റെയിൽവേ സ്റ്റേഷനല്ലേ ട്രിപ്പ് കിട്ടുമായിരിക്കും. അപ്പൊ ഇവിടെ വന്ന് നിർത്തിയ ഉടനെ നമ്മൾ ഈ ബേക്കറിന്റെ അടുത്താണ് നിർത്തിയിട്ടുള്ളത്. റാപ്പിഡോയിൽ ട്രിപ്പ് ഒന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ റീചാർജ് ചെയ്യാനായിട്ട് ചോപ്പ് ലൈൻ ഇവിടെ എത്തിയിട്ടുണ്ട്, റെഡ്. ഒരു ട്രിപ്പും പാടെ എടുത്താൽ റീചാർജ് ചെയ്യേണ്ടി വരും. പിന്നെ അപ്പൊ ഇനി ഇവിടെ വെയിറ്റ് ചെയ്യാം. നമ്മളെ പൈസ കയറിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ 207.94 പൈസ കയറാണ്ടായിരുന്നു. 10:30 സമയമായപ്പോ ഇപ്പൊ കുറച്ചു നേരം ആയി വന്നിട്ട് 207.94, 15 മിനിറ്റ് ആയി. അപ്പൊ ഏകദേശം 10 മണിക്ക് ശേഷം നമ്മളെ അക്കൗണ്ടിക്ക് ക്രെഡിറ്റ് ആവും ഊബറിന്ന് കിട്ടാണ്ടെങ്കിൽ. അപ്പോൾ അത് കഴിഞ്ഞു. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇപ്പോൾ ഉള്ളത് ഇവിടെ മട്ടാഞ്ചേരിയിലാണ് ഉള്ളത്. ഇവിടേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റാപ്പിഡോയിൽ അടിച്ച് റാപ്പിഡോയിൽ റീചാർജ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ CNG കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ഐലൻഡിൽ നിന്ന് CNG അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ട്രിപ്പ് എടുത്തത്. വേഗം ഊബർ ഓണാക്കട്ടെ. നമുക്ക് അവിടുന്ന് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു എരൂര് റോട്ടിക്ക്, തൃപ്പൂണിത്തറക്ക്. അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്യാൻ ഏകദേശം ഒരു 500 മീറ്റർ ആയപ്പോൾ ഞാൻ റാപ്പിഡോ ഓണാക്കി ഉടനെ നമുക്ക് ഇവിടെ മട്ടാഞ്ചേരിക്ക് ട്രിപ്പ് അടിച്ചു 300 രൂപയുടെ. എവിടേക്കാ സ്ഥലം ഞാൻ നോക്കിയില്ല, പെട്ടെന്ന് എടുത്ത്. പിന്നെ ആ ഊബറിൻ്റെ ട്രിപ്പ് നമ്മൾ ക്ലോസ് ചെയ്യാൻ നേരത്ത് 200 എത്ര രൂപയുടെ ഒരു ഇൻഫോ പാർക്ക് ആ ഭാഗത്തേക്ക് ഒരു ട്രിപ്പ് അടിച്ച്, ഒരു ആര്യ തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ അത് ഞാൻ വിളിച്ച് പറഞ്ഞ് ക്യാൻസൽ ചെയ്യിപ്പിച്ചു. കാരണം ഇവൻ വിളിച്ചിട്ട്, ഇതൊരു ചെറിയ ചെക്കനായിരുന്നു, ഇവൻ വിളിച്ചിട്ട് ഫോണിൽ ചാർജ് ഇല്ല 1% ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഓന് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഊബർ ക്യാൻസൽ ചെയ്യിപ്പിച്ചു. പോരുന്ന വഴിക്ക് ഐലൻഡിൽ നിന്ന് CNG അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ CNG ഇല്ല, കഴിഞ്ഞുക്കണം. അപ്പോൾ മൂഞ്ചി. അപ്പോൾ ഇനിയിപ്പോൾ ഊബർ ഓണാക്കിയില്ല. ഇനിയിപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ട്രിപ്പ് അടിച്ച് പോകണം. എന്തായാലും കാലടിച്ച് പോകണില്ല, ഇവിടെ എവിടെയൊക്കെ ആയിട്ട് നിൽക്കാം. മറ്റേത് പോയിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാക്കനാടിൽ നിന്ന് CNG അടിക്കായിരുന്നു. നഷ്ടമായി. ഏതായാലും ഇപ്പോൾ ഇതിന് 300 രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 14-15 എത്ര കിലോമീറ്റർ ഉള്ളൂ. ഇനിയിപ്പോൾ ഏതായാലും റീചാർജ് കഴിഞ്ഞിക്കണു. റാപ്പിഡോയിൽ റീചാർജ് ചെയ്യട്ടെ. റീചാർജ് ചെയ്ത ഉടനെ ഒരു 460 രൂപയ്ക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 260 മീറ്റർ കേട്ടോ പിക്കപ്പ്. ഈ ബൈക്ക് പോയിട്ടാണ് പിക്ക് ചെയ്യാൻ. 460 ഉണ്ട്. എന്തായാലും നമ്മൾ പെട്രോളിൽ പോകേണ്ടി വരും. പെട്രോൾ അടിക്കും വേണ്ടി വരും. രണ്ടും നമുക്ക് വാണിയിലായിട്ട് എത്തിയിട്ടുണ്ട്. ഒരു 500 റുപ്യക്ക് പെട്രോൾ അടിക്കാം പോകുന്ന ബൈക്ക്. അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ എത്തൂല. നമ്മളെ മട്ടാഞ്ചേരിയിൽ നിന്നുള്ള ട്രിപ്പ് ആസ്റ്റർമഡ് സിറ്റിക്കായിരുന്നു. അത് ഡ്രോപ്പ് ചെയ്തു. ഞാൻ വേറെ ഏതെങ്കിലും കാട്ടുമുക്കാണെന്ന് വിചാരിച്ചു. പോരുന്ന ബൈക്ക് നമ്മൾ മറൈൻ ഡ്രൈവിൽ നിന്ന് CNG അടിച്ചു. അവിടെ ഒരു 20 മിനിറ്റ് പോയി. അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഭയങ്കര സ്ലോ ആണ്. പറയുമ്പോൾ 2 കുറ്റിയൊക്കെ ഉണ്ട്, പക്ഷേ അത് ഭയങ്കര സ്ലോ ആയി. 1:38 കേട്ടോ സമയമായത്. ഇതിന് നമുക്ക് 493 രൂപ കിട്ടി. 75 മിനിറ്റ് 24 കിലോമീറ്റർ 19 രൂപ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഞാൻ ടോള് 65 കൂട്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞ് ബുക്ക് ചെയ്തപ്പോൾ വേറെ എത്ര റേറ്റ് ആയിരുന്നു, 465 എത്ര. അപ്പോൾ ഞാൻ കഴിച്ച ടോള് കൂടിയിട്ടുണ്ടാവുന്ന വിചാരിച്ചു. അപ്പോൾ ഞാൻ കണക്ക് കൂട്ടുമ്പോൾ 28 രൂപ എക്സ്ട്രാ കൂടിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ അത് നോക്കിയിട്ട് കാര്യമല്ല. കസ്റ്റമർ ക്യാഷാണ് തന്നത്, 500 രൂപ തന്നു. ബാക്കി 7 രൂപ എത്ര കൊടുക്കാണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം. 1:40 അപ്പോൾ ഇനി ഇവിടുന്ന് കുറച്ചാണ് പോയിട്ട് റൈറ്റിക്ക് തിരിഞ്ഞിട്ട് അവിടെ ഒരു ഹോട്ടലുണ്ട്. നമ്മൾ ഈ ആസ്റ്ററിലൊക്കെ വന്നാൽ ഫുഡ് കഴിക്കണ ഒരു ഹോട്ടലാണത്. പാർക്കിങ്ങും ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. ഊബറൊന്നും ഓഫ് ചെയ്യണില്ല. അവിടെ തന്നെ ഇതുവരെ ചാൻസ് ഉണ്ട് ഊബറിനും റാപ്പിഡോയ്ക്കും. ഊബറിൽ 860 ഓടി, റാപ്പിഡോയിലും ഏകദേശം 795 800 ഓടിയുണ്ട്. അപ്പോൾ ഇനി അവിടെ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. നമ്മൾ ഹോട്ടലെത്തിട്ടോ. ഹോട്ടൽ പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. അവിടെ പാർക്ക് ചെയ്യട്ടെ. ആസ്റ്റർക്ക് തന്നെ പോവാം. ആസ്റ്റർ ഇവിടെ യൂട്ടേൺ അടിച്ചു കഴിഞ്ഞാൽ നേരെ വീണ്ടും ആസ്റ്റർക്ക് തന്നെ പോവാം. ഇത് മേലെ കേട്ടോ ഹൈവേ, അടിയിൽ കൂടി അണ്ടർപാസ് വഴി യൂട്ടേൺ അടിക്കുക, നേരെ ആസ്റ്റർ പോവാം. ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഇവിടുന്ന് 290 രൂപയുടെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് നമ്മളെ വെണ്ണലല്ല നമ്മളെ തൈക്കുടത്തേക്ക്. ആസ്റ്ററിന്നല്ല, ഇവിടെ നമ്മൾ ബിരിയാണി കഴിച്ചിൻ്റെ ഏകദേശം ഇവിടുന്ന് അടുത്ത് തന്നെ യൂട്ടേൺ അടിച്ച് വീണ്ടും വന്ന്. വിജിയാണ് വിജി. ബ്ലോക്ക് സമയം ആവാനായിട്ടുണ്ട്. 4:19 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കറുകപ്പള്ളിയിലാണ്, ദേശാഭിമാനി ജംഗ്ഷനിൽ. നമുക്ക് അവിടുന്ന് കലൂരിലേക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ തൈക്കുടം ഡ്രോപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു
പോത്തീസിക്കൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അവരെ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട്, നേരെ റൂമിലേക്ക് പോവാണ്. 4:19 ആയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മളെ വണ്ടിൻ്റെ ടയർ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിടണം. ഇന്നാള് നമ്മൾ അലൈൻമെൻറ്റ് ചെയ്തപ്പോഴേ റൊട്ടേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിനെ, ഞാൻ മറന്നു. അപ്പോൾ ടയർ റൊട്ടേറ്റ് ചെയ്യുമ്പോഴേ നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അലൈൻമെൻറ്റ് ചെയ്യാൻ പോയിട്ട് അവിടുത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടയർ അയക്കാൻ പറ്റൂല, അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രൂ നിൽക്കുന്ന സാധനം പൊട്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് ശരിയാക്കിയിട്ട് അലൈൻമെൻറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ചക്കരപ്പറമ്പിൽ നിന്ന് അലൈൻമെൻറ്റ് ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞ് റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അലൈൻമെൻറ്റ് മാത്രം ചെയ്യാറുണ്ട്, ടയർ വരാണ്ട്. അപ്പോൾ അവർ അയച്ചു നോക്കിയില്ല. അപ്പോൾ ചിലപ്പോൾ ടയർ അയക്കുമ്പോൾ മറ്റേ അലൈൻമെൻറ്റിൻ്റെ ആൾക്കാർ പറഞ്ഞ പോലെ ടയർ സാധനം പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ അലൈൻമെൻറ്റ് പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്, ഇനി ജസ്റ്റ് ഒന്ന് ടയർ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് നോക്കട്ടെ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഡെസ്റ്റിനേഷൻ ഇങ്ങനെ പോവാണ്. കാക്കനാടേക്ക് ട്രിപ്പ് അടിച്ചാൽ അവിടുന്ന് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഒബ്രോൺ മോളിൻ്റെ അടുത്തൊരു കട ഉണ്ടായിരുന്നു, പണ്ട് അവിടുന്ന് ടയർ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് സ്ക്രൂ പൊട്ടോ ഇല്ലേന്ന് അവർക്ക് നോക്കുമ്പോൾ അറിയുമല്ലോ. അങ്ങനെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ നാട്ടിൽ പോകുമ്പോൾ വണ്ടിയും കൊണ്ട് പോകും, എന്നിട്ട് നാട്ടിൽ നിന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇവിടെയൊക്കെ നല്ല റേറ്റാന്ന് തോന്നുന്നുണ്ട് വർക്ക്ഷോപ്പിൽ. അപ്പോൾ അങ്ങനെ സ്ക്രൂ പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ നേരെ നാട്ടിലേക്ക് വണ്ടി കൊണ്ടുപോകും. നാളെ നാട്ടിലേക്ക് പോകും. അപ്പോൾ നാളെ ഒരു ഉച്ചവരെയൊക്കെ ഓടണം എന്നാണ് വിചാരിക്കുന്നത്. 5 മണിൻ്റെ വണ്ടിക്ക് പോകാനാണ് ട്രെയിന്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടിയും കൊണ്ട് നാളെ പോകും. അപ്പോൾ ഏതായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. നമ്മൾ പരിപാടി നിർത്തിയിട്ടുണ്ട്, ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് ട്രിപ്പ് അടിച്ചത് ചെങ്ങമ്പുഴ പാർക്കിൻ്റെ അവിടെ നിന്നായിരുന്നു. നമ്മളെ നാട്ടുകാരനായിരുന്നു, ആൾ ഊബർ ഓടുന്നതാണെന്ന് പറഞ്ഞ്. ഊബർ ഓടുന്നുണ്ട്, 3 വണ്ടി ഉണ്ട് റെൻറ്റിന് എടുക്കാന്നൊക്കെ പറഞ്ഞ്. പിന്നെ ആൾ മെഡിക്കൽ ചെയ്യാൻ പോയി കഴിഞ്ഞു, ഖത്തർ പോവാത്രേ. അപ്പോൾ ആളിവിടെ നമ്മളെ HMT CNG പമ്പിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്ത് ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട്. 1400 രൂപക്കാണ് ഇന്ന് ഓടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഏതായാലും നമ്മൾ ആഷിഖിനെ കണ്ടിട്ട് കുറേ ദിവസമായി, ആഷിഖിൻ്റെ അടുത്ത് പോട്ടെ. അപ്പോൾ രണ്ടാളും പാടെ കൂടി ചായ ഒക്കെ കുടിച്ചിട്ട് റൂമിൽ പോവാം. റൂമിൽ ഇനി ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാലാണ് റൂം, സ്ട്രൈറ്റ് പോയാൽ HMT ജംഗ്ഷൻ എത്തും, ആഷിഖിൻ്റെ കട. അപ്പോൾ അവിടെ പോയിട്ട് ചായ അടിക്കട്ടെ. നമ്മുടെ ആഷിഖ് എത്തിയിട്ടുണ്ട്. അവിടെ വണ്ടിയുടെ സ്ഥലമില്ല അത്രേ. അപ്പോൾ നമ്മള് ബോംബെ കഫേ പോവാണ്. ആഷിഖിന്റെ വകയാണ് ചായയും കടി. എന്താണ് ഇതന്നെ? എന്താണ് ഇതന്നെ? ചായയും സമൂസ എന്തെല്ലാം കൊറേ ദിവസം കൊണ്ട് കണ്ടിട്ടോ. അപ്പൊ അതിന്റെ സ്നേഹം നല്ല പ്രകടിപ്പിക്കാനുണ്ടാവും. യൂട്യൂബ് കാട്ടോ പോണേ. ഒരു പാട്ടടിക്കില്ല, നമുക്ക് പാട്ടൊന്നും അറിയില്ലേ. ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. അവനെ കൊണ്ട് ഞാൻ ബോംബെ കഫേന്ന് കടി വാങ്ങിയിട്ട് നേരെ റൂമിൽ പോയിട്ട് അവിടുന്ന് ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചു. അവനെ ഡ്രോപ്പ് ചെയ്തിട്ട് വീണ്ടും ഇപ്പം നമ്മൾ വള്ളത്തോൾ ജംഗ്ഷനിലെത്തി. ഇനി ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് ഒരു 50 മീറ്റർ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലുണ്ട് ഒരു വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്ന ഒരു കട. അപ്പോൾ അവിടുന്ന് ജസ്റ്റ് ഒന്ന് ടയർ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് തരണം. നമ്മൾ ഈ വലത് ഭാഗത്തുള്ള ബാക്ക് സൈഡിലുള്ള ടയർ പെട്ടെന്ന് തേയുന്നുണ്ട്. അപ്പോൾ ഡിക്കിയിലുള്ള സ്റ്റെപ്പിനെടുത്തിട്ട് ബാക്ക് കിടണം, ആ തേഞ്ഞതിനെ മേലെ കയറ്റണം. അപ്പോൾ അങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കട്ടെ. അത് റൊട്ടേറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് ഓല് പറഞ്ഞത്. ടയർ ഗാഡി ചോദിച്ചപ്പോഴേ റൊട്ടേറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞത്. ബാക്കത്തെ സ്റ്റെപ്പിനടക്കം ബാക്കത്തെ 2 ടയറും 3 ടയർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 മാറാനായിക്കൂടെന്നാണ് പറഞ്ഞത്. അതിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്, ആ ക്രോസ് ലൈന് കഴിഞ്ഞിട്ടുണ്ട്, ഫ്രണ്ടത്തെ മാത്രമേ ഉള്ളൂ പുതിയത്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അവിടെ ടയറിന് 3500 രൂപയാണ്. വെറുതെ ചോദിച്ചു നോക്കി. പിന്നെ അലൈൻമെൻറ്റിന് 400, ടാക്സിക്ക് എതിരാ 450 ടാക്സികൾക്ക് 400. അത് എന്നാലും കൂടുതലാണ്. നമ്മളെ ചക്കരപ്പറമ്പൊക്കെ 250 രൂപ കേട്ടോ ടാക്സിക്ക്. പിന്നെ അപ്പോൾ ഏതായാലും ഇപ്പോൾ ടയർ ഇപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മളെ റൂമിലേക്കുള്ള വഴി. നമ്മൾ നേരെ കുഴിക്കാട്ടുമൂല പോവാം. ഇപ്പോൾ നമ്മളിവിടെ ഉള്ളത് കുഴിവേലിപ്പടിയിലുള്ള നമ്മളെ വാട്ടർ സർവീസിൻ്റെ അവിടെയാണ്. നമ്മളിവിടുന്നാണ് വാട്ടർ സർവീസ് ചെയ്യാൻ. അപ്പോൾ ടയറിൻ്റെ പരിപാടി എന്തായാലും നടന്നില്ല. അപ്പോൾ ഏതായാലും വാട്ടർ സർവീസ് എടുക്കാൻ കൊടുത്തേക്കാണ്. വണ്ടി ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചളിയുണ്ട് അടിഭാഗത്തൊക്കെ. അപ്പോൾ നമ്മളെന്നും പുറം മാത്രമല്ലേ കഴുകൽ. അപ്പോൾ അടിയമ്പാട് കഴുകുപോലെ ഇവിടുന്ന്. അപ്പോൾ നല്ല ക്ലീനാക്കി മാറ്റുന്നുണ്ട്.